നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം എന്ത് പറഞ്ഞാലും ട്രോളാനായിട്ട് കേരളത്തിൽ കുറെ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയവർക്കാണ് ഏറ്റവും നല്ല ട്രോഫി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേടിയെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ക്രിസ്ത്യൻ സമൂഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ? ഇവിടുത്തെ ബിഷപ്പന്മാരെ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ പച്ചയ്ക്ക് 2 വാക്ക് പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ കുറെ നാളുകളായി, കുറെ മണിക്കൂറുകളായി അതിനു വേണ്ടി റിസർച്ച് ചെയ്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ് രാജുവേട്ടൻ പറഞ്ഞത്? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീതി ലഭ്യമാക്കാൻ ആവശ്യമായ ഏതു പ്രവർത്തനത്തിനും ഞാൻ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നീക്കങ്ങൾ നടത്തും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അദ്ദേഹം ആദ്യം കേരളത്തിൽ ഒരു പ്രസംഗം നടത്തിയപ്പോ ആ പ്രസംഗത്തിനെ വാനോളം ട്രോളാക്കിക്കൊണ്ട് ഞാനൊരു സാധാരണക്കാരിയാണ്. എനിക്ക് നല്ല പൊരിയായിട്ട് പ്രസംഗിക്കാനും അറിയാം, കണക്ക് പറഞ്ഞ് പ്രസംഗിക്കാനും അറിയാം. അന്ന് ഞങ്ങൾ പറഞ്ഞു, രാജീവേട്ടനെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ, ശശി തരൂരിനെ വെല്ലുന്ന ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയും. പക്ഷെ കേരളത്തിൽ വന്ന് ചാർജ് എടുത്ത് മലയാളികൾ ഓരോ ചായക്കടയിലും ചായ കുടിക്കാനിരിക്കുന്നവർക്കും റോഡിൽ പണിയെടുക്കുന്ന സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനും ചേരികളിൽ താമസിക്കുന്നവനും എന്റെ വാക്കുകൾ ഉൾക്കൊള്ളാൻ സാധിക്കണം എന്ന് കരുതി അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കാനുള്ള തന്റെ ഇടം കാട്ടി എന്നുള്ളതാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രസിഡന്റ് ചെയ്തിട്ടുള്ള കാര്യം. ഈ കാര്യം ചെയ്യുന്ന പ്രസിഡന്റിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിട്ട് നാളെ കാണണം എന്ന് തീരുമാനമെടുത്താൽ കാണാൻ സാധിക്കുന്ന ഒരാളാണ്. ഞാൻ പ്രതിപക്ഷ ലീഡറോട് പറയുകയാണ്, കേരളത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ ഫോണിൽ വിളിക്കണം എന്ന് ആഗ്രഹിച്ചാൽ വിളിക്കാൻ സാധിക്കുന്ന ഒരാളാണ്. ഹോം മിനിസ്റ്റർ അമിത്ഷാജിയുടെ വീട്ടിൽ പോകണം എന്ന് ആഗ്രഹിച്ചാൽ പോകാൻ സാധിക്കുന്ന ആളാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പോയത്? ആർക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്? ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഗ്രൗണ്ട് ഒരുക്കിക്കോളൂ. ഗ്രൗണ്ടിൽ അസലായി 1.5 മണിക്കൂർ 2 മണിക്കൂർ കാര്യങ്ങൾ മലയാളത്തിൽ വെടുപ്പായിട്ട് പറയാൻ ഞാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ, അഡ്വക്കേറ്റ് സുരേഷ് പോലെയുള്ള ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും കേരളത്തിലുണ്ട്. പ്രസംഗത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ പറയുകയാണ്, മലയാളത്തിൽ പ്രസംഗത്തിന്റെ കുറവ് കൊണ്ട് കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പ്രസംഗം നിങ്ങൾ വിമർശിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി കോൺഗ്രസിനൊന്നും സംഭവിക്കാനും പോകുന്നില്ല. കാരണം നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന പത്മജേച്ചിയെ പോലെയുള്ള ആളുകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് കേരള സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതിന്റെ പരിണിതഫലമായിട്ടാണ് അകലെ നിന്ന് ഞാനൊക്കെ നോക്കിക്കണ്ടു. കേരളത്തിന്റെ രാഷ്ട്രീയ ചാണക്യനും കേരളത്തിൽ പൊതുസമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ധിഷണയോടുകൂടി പ്രവർത്തിച്ച ശ്രീമാൻ കരുണാകരന്റെ മകളെ ഞങ്ങൾക്ക് നെഞ്ചേറ്റാൻ സാധിച്ചുവെങ്കിൽ തൃശ്ശൂർപേരൂരിലെ ഓരോ കോൺഗ്രസിലെ നല്ലവരായ പ്രവർത്തകരെയും ഞങ്ങൾക്ക് സ്വീകരിക്കാനും അവരുടെ മൂക്കിന്റെ തുമ്പ് വിയർക്കാതെ സംരക്ഷിച്ച് കൂടെ കൊണ്ട് നടക്കാനും ഹൃദയ വിശാലതയുള്ളവരാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ. പിന്നെ ഞങ്ങളുടെ രാജീവേട്ടന്റെ മലയാളത്തിന്റെ കുറവ് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പക്ഷെ പ്രവൃത്തിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഡൽഹിയും കേരളവും തമ്മിൽ ഒരു കോറിഡോർ ഞങ്ങൾക്ക് വേണം. ആ കോറിഡോർ കേരളത്തിൽ ജനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കോറിഡോറിലൂടെ നടന്ന് ഈ കേരളത്തിലെ ആപാലവൃത്തം വരുന്ന ജനങ്ങളുടെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷന് സാധിക്കുമെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള
പൈസയുടെ ഒരു കണക്ക് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. UPA ഗവൺമെന്റ് 2004 മുതൽ 2014 വരെ ഈ കേരളത്തിന് തന്നത് 46,303 കോടി രൂപയാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി VD സതീശേട്ടൻ മനസ്സിലാക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായിയും ഈ കണക്ക് മനസ്സിലാക്കണം. എന്നാൽ 10 വർഷക്കാലം, ഇപ്പൊ 11 വർഷമായി, 10 വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി കൊടുത്തത് ആ 25,000 കോടിയിൽ നിന്ന് 1,43,000 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ചു. നിങ്ങൾ UPA ഗവൺമെന്റ് ഗ്രാന്റ് ഇനത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തു. അല്ല, 2004 മുതൽ 2014 വരെ 71,000 കോടി UPA ഗവൺമെന്റ് കൊടുത്തപ്പോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ 3 കോടി 60 ലക്ഷം 3 കോടി 60 ലക്ഷത്തിലധികം വരുന്ന തുക ഈ കേരളത്തിന് വേണ്ടി കൊടുത്തു. 70,000 കോടിയാണോ 3 ലക്ഷം, ക്ഷമിക്കണം, 3 ലക്ഷം കോടി രൂപയാണോ വലുത് എന്നതിനെ കുറിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എത്രയാണോ കൊടുത്തത് അതിന്റെ 10 ഇരട്ടി തുക ഓരോ മേഖലയിലും കൊടുക്കാൻ ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർക്കും മന്ത്രിമാർക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്, കേരളം വികസിക്കണം, കേരളത്തിന്റെ ഓരോ വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ അവസരം ഭാരതീയ ജനതാ പാർട്ടി ഒരുക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ഈ വേദിയിൽ, ഈ സദസ്സിൽ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞ, എനിക്കും ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കന്യാസ്ത്രീ അമ്മയുടെ വീട്ടിൽ പോകാൻ സാധിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് ആ കന്യാസ്ത്രീ അമ്മയുടെ അനുജത്തിയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. എന്താണ്? കന്യാസ്ത്രീ അമ്മ അസുഖബാധിതയാണ്. എന്നാൽ കന്യാസ്ത്രീ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ്, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് നിയോഗിച്ചത് അനൂപിനെ ഛത്തീസ്ഗഡിൽ പോകാൻ. അപ്പൊ ജയിലിൽ പോയി ആ കന്യാസ്ത്രീ അമ്മയുടെ വിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതും അവരുടെ മനസ്സിന്റെ വേദന കേൾക്കുന്നതും BJP. അവർക്ക് നിയമപരമായ പരിരക്ഷയൊരുക്കി കൊടുക്കാൻ വേണ്ടി സംസ്ഥാനത്തു നിന്ന് വിട്ട് ഡൽഹിയിൽ പോയി താമസിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ. നിങ്ങൾ കോൺഗ്രസ് ഭരിച്ച സമയത്ത് എത്രയോ ആളുകൾ ജയിലിനകത്ത് കിടന്നു. ഭൂപേഷ് ബാഗല് അവിടെ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജയിലിൽ കിടന്നവരെ അന്വേഷിച്ച് കോൺഗ്രസിന്റെ ഒരു MLAയോ MPയോ അവിടെ പോയിട്ടില്ല. ഞങ്ങളുടെ ആരാധനായിട്ടുള്ള അധ്യക്ഷൻ പോയി അവിടുത്തെ പാർട്ടിയുടെ ലീഡേഴ്സുമായിട്ട് അവര് കണ്ടു, സംസാരിച്ചു, നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ചു. അത് ഞങ്ങൾ സത്യസന്ധമായി ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും ഞങ്ങൾ സഹപ്രവർത്തകരുടെയും ആഗ്രഹം 1 മിനിറ്റ് മുമ്പ് കന്യാസ്ത്രീ അമ്മമാർ പുറത്തിറങ്ങണമെന്നാണ്. എന്നാൽ VD സതീശേട്ടന്റെയും DYFI-കാരൻ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഇന്നലെ മാർച്ച് നടത്തി. ആ മാർച്ച് നടത്തിയ നേതാക്കളുണ്ടല്ലോ, അവരുടെയും ആഗ്രഹം ഒരു ദിവസം കൂടുതൽ കന്യാസ്ത്രീ അമ്മമാർ ജയിലിൽ കിടക്കട്ടെ എന്നാണ് അവന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ക്രിസ്ത്യൻ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയപൂർവ്വം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.